മാത്രമല്ല തലമൂടിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞതിന്റെ കാരണം മുടിയെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അഴകാണ്. പക്ഷെ അത് കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് അഴിച്ചിട്ട മുടി എന്ന് പറയുന്നത് ലൈംഗിക വികാരത്തിന് ആ ഒരു മേഖലയിലേക്ക് സെക്ഷുവൽ സ്റ്റിമുലേഷൻസ് ഒരു വ്യക്തിയിൽ ഉണർത്താൻ സാധ്യത. അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകളാലും മുടി അഴിച്ചിട്ട് കുലസ്ത്രീകളാലും മുടി അഴിച്ച് വഴി നടക്കാറില്ല. അത് വീടുകളിൽ പോലും ആണെങ്കിൽ നല്ല അമ്മമാർ പറയും മുടി അഴിച്ചിട്ട് നടക്കണമെന്ന് പറയും. അത് ഉണങ്ങിക്കഴിഞ്ഞ് ഞാൻ കെട്ടിവെക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചുകുട്ടികളെയല്ല, മുതിർന്ന ഒരു സ്ത്രീ. അതുകൊണ്ടാണ് ഇവിടെ ആണ്ട വന്നിരിക്കുന്നു, മുടിയെല്ലാം അഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കക്ഷമെല്ലാം വെട്ടിത്തുറന്ന് 90 വയസ്സായ അച്ചായം പോലും ഒരു ഹെൽമുണ്ടിട്ടേക്കുന്ന. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ പേർക്ക് നമ്മുടെ കക്ഷമാണ്. അവിടെ ഫെറോമൺ എന്നൊരു ഹോർമോൺ ഉണ്ട്. ചില വള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും സേഫ്റ്റി ടാങ്ക് തുറന്ന മണമാണ് ചില വള്ളിയിൽ. കാരണം എന്താണ്? ചേട്ടത്തിഞ്ഞ് വന്നിരിക്കുക, അമ്മാച്ചൻ കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞുകൊണ്ട് കക്ഷമെല്ലാം അങ്ങ് വെട്ടിത്തുറന്നിട്ട് സേഫ്റ്റി ടാങ്കും കാണിച്ചു, ചേട്ടാ അങ്ങോട്ട് നോക്കിക്കുക, കണ്ടോ? അതുകൊണ്ട് ഈ അമ്മമാരൊക്കെ പണ്ട് കാലത്തെ അമ്മമാര് പറയുന്നത്, മോളെ ഈ പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അമ്മമാര് വടി ഈ ഡ്രസ്സ് ഇട്ട് നിന്റെ അപ്പന്റെ മുമ്പിൽ ചെന്ന് അപ്പനോട് ചോദിക്കുന്നത്, അപ്പം പറയും, ഒരാണിന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് അപ്പം പറയും, ഈ ഡ്രസ്സ് വേണ്ട മോളെ, ഇത് വീട്ടിലിട്ടു, ഇത് പള്ളിയിലിട്ടുണ്ട് പോകരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളുടെ ആങ്ങളമാരിവിടെയുണ്ട്, അപ്പന്മാരുണ്ട്. ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് കാണാൻ പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന് വന്നിരിക്കുക. അപ്പൊ കല്യാണ ഡ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ആർക്കും ഒരു തോന്നലുണ്ട്, അതായത് റിയാലിറ്റി ഷോയിൽ വരുന്ന അവതാരകയെ പോലുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ് കല്യാണത്തിന് വന്നത്. ഇതാര് പറഞ്ഞു? മെഗാ ഈവന്റുകാർ വള്ളിക്ക് പുറത്താ. ഇത് പരിശുദ്ധമായ ഉദാസിയാണ്. ഒരു ഭാര്യയും ഭർത്താവും ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ദൈവമേ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുക. ആ പെണ്ണ് സെക്സിയായി പള്ളി വരേണ്ട ദിവസമല്ല. വിശുദ്ധ വസ്ത്രം നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, അതായത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം, ആ തരത്തിലുള്ള കളറായിരുന്നു പാരമ്പര്യമായിട്ട് നമ്മുടെ ഡ്രസ്സ്. ഇനി ആ കളർ എന്തുവായിക്കോട്ടെ, ഇന്നിതാ വന്നിരിക്കുന്നു, ഏതോ ആരക്കാർ പറഞ്ഞു കൊടുത്തു, ഒരു കടയിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു 80,000 ഫ്രോക്ക് ഉണ്ട്, ഇതിട്ടുകൊണ്ട് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ്. ഇന്ന് ഒരു പള്ളിയിൽ അവസാനം വികാരിയച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, ഇത് ആൾക്കാരെല്ലാം നിന്നെ കാണാൻ വന്നിരിക്കുകയാണ്, അതായത് മന്ത്രകോടി ആദ്യമായിട്ട് ആശീർവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മന്ത്രകോടി എടുത്തുകൊണ്ട് വരാമെങ്കിൽ പള്ളിക്കകത്ത് കയറ്റാന്ന് പറഞ്ഞു. ഈ ഈവന്റ് മാനേജ്മെന്റുകാരല്ല, അത് പള്ളിക്ക് പുറത്ത് നിൽക്കണം. ഇനി മറ്റൊരു സങ്കടം കൂടെ നമ്മുടെ നാട്ടിൽ പോന്നിരിക്കുകയാണ്. കല്യാണത്തിന് പെൺകൂട്ടരെല്ലാം കൂടെ ഒരേ ഡ്രസ്സ്. അതിലും ഭേദമല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി കുട്ടികളെ യൂണിഫോം ഇട്ടോണ്ട് വന്നാൽ പോരെ. എല്ലാത്തിനും ചുവന്ന, എല്ലാം കൂടെ കടും കളറും പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, സാമാന്യ ബുദ്ധി, മലയാളിയുടെ ബോധം. 5 വയസ്സുള്ള കൊച്ചിന്റെ കളറും 55 വയസ്സുള്ള സ്ത്രീ ഒരേ കളറിൽ പോവുക. 30 വയസ്സുള്ള കൊച്ച്, 40 വയസ്സുള്ള കൊച്ച്, ഓരോന്നിന്റെ ശരീര ഷേപ്പ് വ്യത്യാസം. അടുത്ത കാലത്ത് ഒരു ഫോട്ടോഗ്രാഫർ പറയാ, എന്റെ ദൈവമേ, എന്റെ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന ഒരേ കളറിൽ. ആണ്ട ചേട്ടന്മാര് വന്നിരിക്കുന്നു, ആരാണ്ട് പറഞ്ഞു പറ്റിച്ചതാണ്. പെണ്ണിന്റെ കല്യാണമാകുമ്പോൾ എല്ലാവരുടെ കൂടി ഒരുമാതിരി തിളങ്ങുന്ന കളർ, പണ്ടത്തെ ഗൾഫുകാരന്റെ കളർ. എന്താ പറയുക, നല്ല മോണിറ്ററാ, പക്ഷെ ഹാർഡ് ഡിസ്ക് പോക്ക. ബുദ്ധിയുണ്ട്, ബോധം തൊട്ട് തേച്ചിട്ടില്ല. ഇതിന്ന് നമ്മുടെ സംബന്ധിച്ച് കല്യാണത്തിന് ഈ പറഞ്ഞ ആരോ പറഞ്ഞു, പോരാഞ്ഞിട്ടാണ്ടേ പെണ്ണിന്റെ പുറകെ വന്ന് നിൽക്കുകയാണ് 3-4 തോഴിമാര്. എങ്ങാണെന്ന് വിളിച്ചോണ്ട് വന്നതാണ്. തത്തമ്മ ചുണ്ടത്തി ഈ പറഞ്ഞ ഡ്രസ്സെല്ലാം കാണിച്ചുകൊണ്ട് ഗുണ്ടുപോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, പള്ളിക്ക് നിൽക്കുകയാണ്. മിക്കവാറും പള്ളികളിൽ നിരോധിച്ചു കഴിഞ്ഞു. അതായത് ചിയർ ഗേൾസ് ആണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കാർക്ക് ഒരു ആവേശം പകർന്നു കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുള്ള സെമി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിള്ളേരാണത്. അവരെ വിദേശത്ത് നിന്ന് കൊണ്ടിരുന്നതാണ്. ഈ ക്രിക്കറ്റ് കളിയുടെ സമയത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടിരുന്നതാണ്. അതാരോ മെഗാ ഈവന്റുകാർ പറഞ്ഞു, കല്യാണത്തിന് കല്യാണ പെണ്ണിന്റെ പുറകിൽ 7 ഡുണ്ടുമോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ 7 ഡുണ്ടുമോള്. ഇപ്പുറത്താണ്ട് ചെറുക്കന്റെ മുമ്പിൽ കട്ടപ്പ സ്റ്റൈലിലുള്ള, ബാഹുബലി സ്റ്റൈലിലുള്ള 3-4 ചെറുക്കന്മാരെ. മട്ടാഞ്ചേരിയിൽ വെട്ടാൻ പോകുന്ന കുട്ടപ്പന്റെ ഷേപ്പുള്ളവൻ ആണ്ട വന്ന് നിൽക്കുകയാണ് ചെറുക്കന്റെ പുറകിൽ. ഇത് കണ്ടു കഴിയുമ്പോൾ ഇതെന്നാ പള്ളിയാണോ ഇതോ അതോ